ഉരുൾപൊട്ടൽ തകർത്ത വയനാട്ടിലെ വിവിധ മേഖലകൾ സന്ദർശിച്ചു. ആദ്യ സന്ദർശനം ചൂരൽമലയിലെ വെള്ളാർമല സ്കൂളിലായിരുന്നു. ചൂരൽമലയിലെ ദുരന്ത മേഖല അദ്ദേഹം നടന്നു കാണുകയായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ദുരന്തത്തിന്റെ ഭീകരത അദ്ദേഹത്തിന് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു കൊടുത്തു. ADGP MR അജിത് കുമാറാണ് പ്രധാനമന്ത്രിക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് നൽകിയത്. ബെയിലി പാലവും പ്രധാനമന്ത്രി സന്ദർശിച്ചു. അവിടെ സൈനികർ അടക്കമുള്ളവരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ബെയിലി പാലത്തിനപ്പുറത്താണ് രക്ഷാപ്രവർത്തകർ അടക്കമുള്ളവരെ മോദി കണ്ടത്. പ്രദേശത്തെ വിവരങ്ങൾ മോദി ചോദിച്ചറിഞ്ഞു. ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ച സ്ഥലത്താണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. ചൂരൽമലയിലെ ഈ പ്രദേശത്തു നിന്നാണ് നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. നേരത്തെ ഹെലികോപ്റ്ററിൽ ഇരുന്നും പ്രധാനമന്ത്രി ദുരന്തം തകർത്ത മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം എന്നിവയെല്ലാം കണ്ടിരുന്നു. ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് മോദി മനസ്സിലാക്കുകയും ചെയ്തു. റോഡ് മാർഗമാണ് മോദി കൽപ്പറ്റയിൽ നിന്ന് ചൂരൽമലയിലേക്ക് പുറപ്പെട്ടത്. രക്ഷാസേനയുമായും ചൂരൽമലയിൽ വെച്ച് മോദി സംസാരിച്ചു. വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീ അടക്കമുള്ളവരും പ്രധാനമന്ത്രിയോട് ദുരന്തത്തിന്റെ കാര്യങ്ങൾ വിശദീകരിച്ച് നൽകി. പോലീസിന്റെ സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് NDRF സംഘങ്ങളുമായിട്ടാണ് മോദി സംസാരിച്ചത്. 50 മിനിറ്റോളം പ്രധാനമന്ത്രി ചൂരൽമലയിൽ ചിലവിടുകയും ചെയ്തു. എവിടെയാണ് പ്രഭവ കേന്ദ്രം, എവിടെ നിന്നാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നിവയെല്ലാം അദ്ദേഹം ചോദിച്ചറിഞ്ഞു. മേപ്പാടിയിലെ സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പും മോദി സന്ദർശിച്ചു. ഒഡീഷ സ്വദേശി ഉൾപ്പെടെ ക്യാമ്പിലെ 9 പേരുമായിട്ടാണ് മോദി കൂടിക്കാഴ്ച നടത്തിയത്. ദുരന്തബാധിതർക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ കേട്ട പ്രധാനമന്ത്രി അവരെ തലയിൽ തൊട്ടും തോളിൽ തലോടിയും ആശ്വസിപ്പിച്ചു. നേരത്തെ നിശ്ചയിച്ചതിലും ഏറെ സമയം അദ്ദേഹം ക്യാമ്പിൽ ചിലവഴിച്ചു. 15 മിനിറ്റോളം പ്രധാനമന്ത്രി ക്യാമ്പിൽ സന്ദർശിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നതെങ്കിൽ 25 മിനിറ്റിന് ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. ദുരന്തഭൂമി സന്ദർശിച്ചതിന് പിന്നാലെയായിരുന്നു പ്രധാനമന്ത്രി ക്യാമ്പിലേക്ക് എത്തിയത്. ദുരിതാശ്വാസ ക്യാമ്പിലെ സന്ദർശനത്തിന് ശേഷം മേപ്പാടിയിലെ വിംസ് ആശുപത്രിയിലും പ്രധാനമന്ത്രി എത്തി.